എക്സൈറ്റ്മെന്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞ ആദ്യം കയ്യിൽ കിട്ടിയ എക്സൈറ്റ്മെന്റ് അല്ലായിരുന്നു ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ 11 മണി വരെ പുറത്ത് വരാതെ കണ്ട് സി സെക്ഷൻ ചെയ്തെടുത്ത മുതലേ പിന്നെ വെയിറ്റ് കൂടുതലായിരുന്നു ആ സമയത്ത്. അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവനെ ഇതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ച് ആദ്യം കയ്യിൽ കിട്ടിയപ്പോൾ നമ്മൾ ഒരു കുഴപ്പമില്ലാണ്ട് വന്നല്ലോ, അതായിരുന്നു. ആർക്കും അങ്ങനെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല ഇതില്. സത്യം പറയാ കഴിഞ്ഞാല് നമുക്കൊരു സമാധാനം ഉണ്ടാവും, രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലെന്ന് ആലോചിക്കുമ്പോൾ. അതന്നെ, അല്ലാണ്ട് വേറെ എന്നിട്ട് ഇപ്പോൾ എക്സൈറ്റ്മെന്റ് ഇപ്പോൾ കാണാനായിട്ട്. ഇവന്റെ പേരിടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവനെ വയറ്റിലുണ്ടായിരിക്കുന്ന സമയത്ത് ഒരു ഗോവ സന്ദർശനം നടത്തിയായിരുന്നു. ആ ഗോവ സന്ദർശനത്തിൽ അപ്പോൾ ഫ്രാൻസിസ് പുണ്യാളുടെ ഡെഡ് ബോഡി പുറത്ത് വെച്ചുള്ള ഒരു ടൈമായിരുന്നു. ആ ഒരു ടൈമിലാണ് ഇവനെ 6 മാസം തോന്നുന്നുള്ളടി, 6 മാസം ഗർഭിണിയായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവനെ ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് കിട്ടണമെങ്കിൽ എൻ്റെ പേരിൻ്റെ കൂടെ സേവിയർ എന്ന് അങ്ങോട്ട് ചേർത്തേക്കാന്ന് പറഞ്ഞു. അങ്ങോട്ട് ഇട്ടു. അങ്ങനെയാണ് അവന് സേവിയർ എന്നുള്ള പേര് ആദ്യം കണ്ടുപിടിച്ചിട്ട് പിന്നെയാണ് ഹെബ്രോൺ എന്നുള്ള പേര് നമ്മൾ ആലോചിച്ചത്. ഏതായാലും കൊള്ളാം, പേര് സൂപ്പറല്ലേ. Sometimes I get a little bit emotional when I see love unfold. Two hearts bound by reflections of the memories they'll forever hold. And they say, hold on to